സജ്ജനങ്ങളെ, ഐശ്വര്യത്തിനും ഭാഗ്യത്തിനുമായി പരക്കം പാകുന്ന മനുഷ്യരുള്ള ഈ കാലഘട്ടത്തിൽ സ്വന്തം ഭാഗ്യദിനവും ഭാഗ്യസംഖ്യയും കണ്ടെത്തിയ പിന്നീട് സ്വജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഉന്നതിയും ഐശ്വര്യവും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. സ്വന്തം ഭാഗ്യസംഖ്യയിലും ഭാഗ്യദിനത്തിലും പുതിയ പുതിയ സംരംഭങ്ങളും പ്രവൃത്തികളും നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഉയർച്ച നിങ്ങൾക്ക് തന്നെ കാണാനാവും. ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ ഭാഗ്യദിനവും വ്യത്യസ്തമായ ഭാഗ്യസംഖ്യയുമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ്. ഭരണിക്ക് ചൊവ്വയും വെള്ളിയുമാണ്. കാർത്തികയ്ക്ക് ഞായറാഴ്ച, രോഹിണിക്ക് തിങ്കളാഴ്ച. മകീര നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ്. തിരുവാതിരയ്ക്ക് വെള്ളിയാഴ്ചയും. പുണർദ നക്ഷത്രത്തിൻ്റേത് വ്യാഴാഴ്ചയാണ്. പൂയം നക്ഷത്രത്തിന് ശനിയാഴ്ചയും. ആയില്യം നക്ഷത്രത്തിന് ബുധനാഴ്ചയാണ് ഭാഗ്യദിനം. മകൻ നക്ഷത്രത്തിന് വെള്ളിയാഴ്ച. പൂരം നക്ഷത്രത്തിനും വെള്ളിയാഴ്ച തന്നെയാണ്. ഉത്രം നക്ഷത്രത്തിന് ഞായറാഴ്ചയാണ് ഭാഗ്യദിനം. അത്തം നക്ഷത്രത്തിന് തിങ്കളാഴ്ചയും. ചിത്തിര നക്ഷത്രത്തിന് ചൊവ്വാഴ്ചയും ചോതിക്ക് വെള്ളിയാഴ്ചയുമാണ്. വിശാഖം നക്ഷത്രത്തിന് വ്യാഴാഴ്ച ഭാഗ്യദിനമാകുമ്പോൾ അനിഴം നക്ഷത്രത്തിന് ശനിയാഴ്ചയാണ് ഭാഗ്യദിനം. തൃക്കേട്ട നക്ഷത്രത്തിന് ബുധനാഴ്ചയും മൂലം നക്ഷത്രത്തിന് വെള്ളിയാഴ്ചയുമാണ്. പൂരാടൻ നക്ഷത്രത്തിന് വെള്ളിയാഴ്ചയും ഉത്രാടൻ നക്ഷത്രത്തിന് ഞായറാഴ്ചയുമാണ്. തിരുവോണ നക്ഷത്രത്തിന് തിങ്കളാഴ്ചയും അവിട്ടൻ നക്ഷത്രത്തിന് ചൊവ്വാഴ്ചയുമാണ്. ചതയം നക്ഷത്രത്തിന് വെള്ളിയാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രത്തിന് വ്യാഴാഴ്ചയുമാണ് ഭാഗ്യദിനങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രത്തിന് ശനിയാഴ്ചയാകുമ്പോൾ രേവതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. ഇനി ഓരോ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏതെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിന് 7ഉം 9ഉമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 9ആണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 1ആണ്. രോഹിണി നക്ഷത്രത്തിൻ്റേത് 2ഉം. മകേരം നക്ഷത്രത്തിൻ്റെ 9ആകുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 4ആണ്. പുണർദം നക്ഷത്രത്തിൻ്റെ 3 ആകുമ്പോൾ പൂയ നക്ഷത്രത്തിൻ്റേത് 8ആകുന്നു. ആയില്യ നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 5ആണ്. മകൻ നക്ഷത്രത്തിന് 7ആണ്. പൂരം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 6ആവുമ്പോൾ ഉത്രം നക്ഷത്രത്തിന് 1ആണ്. അത്തം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 2ആണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ 9ഉം. ചോതി നക്ഷത്രത്തിൻ്റെ 4ഉമാകുമ്പോൾ വിശാഖം നക്ഷത്രത്തിന് 3ആണ് ഭാഗ്യസംഖ്യ. അനിഴം നക്ഷത്രത്തിന് 8 ഭാഗ്യസംഖ്യയാകുമ്പോൾ തൃക്കേട്ടയ്ക്ക് 5ആണ്. മൂലം നക്ഷത്രത്തിന് 7 ഭാഗ്യസംഖ്യയാകുമ്പോൾ പൂരാടൻ നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 6ആണ്. ഉത്രാടൻ നക്ഷത്രത്തിൻ്റെ 1ആണ്. തിരുവോണ നക്ഷത്രത്തിൻ്റെ 2ഉം. അവിട്ടം നക്ഷത്രത്തിൻ്റെ 9 ഭാഗ്യസംഖ്യയാകുമ്പോൾ ചതയം നക്ഷത്രത്തിൻ്റേത് 4ആണ്. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3ഉം ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 8ഉമാകുന്നു. അവസാന നാളായ രേവതിയുടെ ഭാഗ്യസംഖ്യ 5ആകുന്നു. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കുവാനായി നിങ്ങളുടെ ഭാഗ്യദിനത്തിലും ഭാഗ്യസംഖ്യയിലും ഓരോ പ്രവൃത്തികൾ തുടങ്ങി നോക്കൂ. വിജയം സുനിശ്ചിതമായിരിക്കും. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ പിന്തുടരാൻ മറക്കില്ലല്ലോ.